ഹലോ ഹലോ ഞങ്ങൾ കുറേ ആയില്ലേ ഇപ്പോൾ വന്നിട്ട് വീഡിയോസും ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളല്ല ഇച്ചിരി അധികം ദിവസമായി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിപ്പോൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ ലാഫിയും ഐറക്കുട്ടിയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ മാറ്റം, അതായത് പ്രത്യേകിച്ച് ഇവർക്കുണ്ടായ മാറ്റങ്ങൾ, അതേപോലെ നമ്മുടെ ഓരോ ഈ വീട്ടിലാണെങ്കിലും ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ടായ മാറ്റങ്ങൾ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ വന്നേക്കണത്. ആദ്യം തന്നെ എല്ലാവരോടും പറയട്ടെ, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പിള്ളേരുടെ ഒരു ഇഷ്ടം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇവരുടെയൊക്കെ കുഞ്ഞിൽ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടാണല്ലോ, ഇപ്പോഴും ക്യൂട്ടല്ല എന്നല്ല, അപ്പോൾ കുഞ്ഞിലാവുമ്പോൾ നമുക്ക് അവരുടെ കളി ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം, അപ്പോൾ അവരെന്നും അങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ അവർ വലുതാകുമ്പോൾ ഉള്ള മാറ്റം ചിലർക്ക് മനസ്സിലാവത്തില്ല. അത് പെറ്റ്സിനെ വളർത്തുന്നവർക്കൊക്കെ അറിയായിരിക്കും, ഇപ്പം ഞങ്ങൾക്കും അറിയാം. നമ്മൾ ആദ്യം തന്നെ ഇവരെ എന്താ പറയുക, മക്കളുടെ ഒരു ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ മക്കളുടെ ആ ഒരു വാശി കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഒരിച്ചിരി വലുതായി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ രീതിയൊക്കെ അങ്ങ് മാറും. പിന്നെ പിള്ളേർക്ക് പിന്നെ പഠിത്തങ്ങൾ കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്കും ഇവരെ ശ്രദ്ധിക്കാനോ ഇവരുടെ കൂടെ കളിക്കാനോ ഉള്ള സമയവും വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിക്കൊന്നും പോണില്ല, അപ്പം നമ്മുടെ വീട്ടിലത്തെ കാര്യം പിള്ളേരുടെ കാര്യവും ഒക്കെ ആയിട്ട് പോകും. പിന്നെ അപ്പം ഇവർ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കാണെങ്കിലും കുറേ പഠിക്കാനുണ്ടാവും. അപ്പോൾ അത് ഇവർ വരുമ്പോഴത്തേക്ക് നോക്കിയിരിക്കും, രണ്ടുപേരും പ്രത്യേകിച്ച് ഉണ്ണിമോനെ നോക്കിയിരിക്കും കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിത്. അപ്പം വേഗം മാക്സിമം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മോൾക്കാണെങ്കിൽ ഇപ്പം 9th അപ്പം മോൾക്ക് കുറേ പഠിക്കാനുണ്ടായതുകൊണ്ട് അവൾ വളരെ കുറവാണ് ഇവരുമായിട്ട് കളിക്കലും എടുക്കലും ഒക്കെ. പിന്നെ എന്നാലും ലാഫിയാണ് അവളായിട്ട് കൂടുതൽ ഒരു ഇതുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്നത് വേറൊന്നും അല്ല കേട്ടോ. ആദ്യമേ നമ്മുടെ ലാഫി നമ്മുടെ വീട്ടിലേക്ക് വന്നത് നമ്മുടെ ഉണ്ണിമോൻ്റെ ഒരു നിർബന്ധം കൊണ്ടാട്ടോ. ലാഫി മോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പെരുമ്പാവൂർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ട് വീട്ടിലേക്ക് വേണം, അപ്പം അത് ഞങ്ങൾക്കും വേണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ അവളെ 35 ദിവസമായപ്പോഴത്തേക്ക് ഇവളെ മേടിച്ചതാട്ടോ. ഞങ്ങളൊരു അങ്കമാലി അവിടെ നിന്നാണ് മേടിച്ചത്. എന്താ പറയുക, ഇവള് ലാഫിനെ കൊണ്ടുവന്നതിന് ശേഷം ഭയങ്കര, ഉണ്ണിമോനാണെങ്കിലും മോൾക്കാണെങ്കിലും ഭയങ്കര മാറ്റമായിരുന്നു കേട്ടോ. രണ്ടുപേർക്ക് അവിടെ കളിക്കാനാണെങ്കിലും പിള്ളേർക്ക് കളിക്കാനാണെങ്കിലും ഒന്നും അധികം കൂട്ടുകാരോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ആ വീടിൻ്റെ ഭാഗത്താണെങ്കിലും. അപ്പം ഇവളുമായിട്ട് കളിച്ച് തുടങ്ങി. എന്താ പറയുക, പിള്ളേരുടെ മൈൻഡേ ശരിക്കും നല്ല മാറ്റം കേട്ടോ. ശരിക്കും പറയുമെങ്കിൽ അവരുടെ ഇപ്പോൾ വാശികൾ, എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴക്കുകൾ, പ്രത്യേകിച്ച് അതേ വന്നൊക്കെ കുശുമ്പ്, പ്രത്യേകിച്ച് എന്താ പറയാ പരസ്പരമുള്ള, ഇപ്പോൾ മോളാണെങ്കിലും മോനാണെങ്കിലും ആ സമയത്താണെങ്കിൽ രണ്ടുപേരുമുള്ള ആ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വലുതായിട്ടില്ല കേട്ടോ. രണ്ടുപേരും എന്താ പറയാ ലാഫിയായിട്ടുള്ള കളി കാര്യങ്ങൾ അങ്ങനെയായിട്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഇവള് വന്നതിന് ശേഷം ഭയങ്കര എന്താ പറയാ, നമ്മുടെ രീതിയാണെങ്കിലും നമ്മളിപ്പോൾ അവർക്ക് പെറ്റ്സിനെയും കൂടെ ഇഷ്ടപ്പെടണം കേട്ടോ, ഇഷ്ടപ്പെട്ട് മാത്രം മേടിക്കണം. ഇവള് ഇപ്പോഴാണ് ഇവൾക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് കൂടൊക്കെ ആയി കൂട്ടിലേക്ക് ആക്കി തുടങ്ങിയത്. രണ്ടുപേരായപ്പോൾ ഇപ്പം രാത്രി ആയപ്പോഴേട്ടോ, ആദ്യമേ പകലും രാത്രിയും ഒക്കെ നമ്മുടെ വീടിനകത്ത് തന്നെയായിരുന്നു. പിന്നീടാണ് കൂട്ടിലേക്ക് ആക്കി തുടങ്ങിയത്. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും പോകണമെങ്കിൽ തന്നെയും ഇപ്പം ഞാനും അമ്മയും കൂടെ പോവുകയാണെങ്കിൽ തന്നെയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പെരക്കകത്താക്കിയിട്ട് നമുക്കങ്ങനെ പോകാനും പറ്റത്തില്ലല്ലോ. അപ്പം ഒരു കൂടുണ്ടെങ്കിൽ അപ്പോൾ കൂട്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അപ്പം അങ്ങനെയാണ് പിന്നെ കൂടൊക്കെ ആക്കി ലാഫിനെ കൂട്ടിലേക്കാക്കി. പിന്നെ ഐറ വന്നതിന് ശേഷം, ഐറ പിന്നെ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഐറ വന്നതിന് ശേഷം ഐറേനെ കുറേ നാളത്തേക്ക് നമ്മുടെ അകത്ത് തന്നെയായിരുന്നു. പിന്നീട് ഇവള് തന്നെ ഒരു ദിവസം ഇവളെ കൂട്ടി കയറ്റിയപ്പോൾ ഇവള് തന്നെ ഇവളുടെ ഒപ്പം തന്നെ കൂട്ടിലേക്ക് കയറി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ രണ്ടുപേർക്ക് സെറ്റായി, ഇങ്ങനെ കൂട്ടിൽ കിടക്കണതിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രണ്ടുപേരും ഒരുമിച്ച് കൂട്ടിലായിട്ടാണ്. പകൽ ഫുൾ ഇങ്ങനെ നടന്ന് കളിച്ചതൊക്കെ കഴിയുമ്പോൾ വന്ന് കിടക്കും, ഇങ്ങനെ ഉറങ്ങാൻ പോകുന്ന സമയമാകുമ്പോഴേ രണ്ടുപേരെയും കൂട്ടിലേക്ക് ആക്കത്തുള്ളൂ. അധികം ചൂടുള്ള സമയമാണെങ്കിലൊന്നും അങ്ങനെ കൂട്ടിലാക്കത്തുമില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയം മാറി മാറി പോണു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, ഇവരുടെ അടുത്ത് വന്നിരുന്നാൽ തന്നെ ഇവരുടെ ഓരോ രീതി, ഇവരുമായിട്ട് ഇവർ തിരിച്ച് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും എന്തുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും ഇവരോട് ഇങ്ങനെ ഇരുന്ന്
പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ആശ്വാസം ശരിക്കും പറയാമെങ്കിൽ. ഇപ്പം വേറൊന്നും അല്ല കേട്ടാ, അപ്പോഴേക്ക് രണ്ടും കൂടെ ഓടി, അതാണ് വീഡിയോ ഒന്ന് കട്ടായേക്കണത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, ഇവർ വന്നതിന് ശേഷം ഒത്തിരി എന്താ പറയുക, ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ശരിക്കും പറയാമെങ്കിൽ. ലാഫി ആണെങ്കിലും ഐറയാണെങ്കിലും ആദ്യം ഐറേനെ കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചു ഇവളുമായിട്ട് സെറ്റ് ആവില്ല എന്നാണ് കരുതിയത്. ഭയങ്കര ഒരു വിഷമമായിരുന്നു. പക്ഷെ അവളെല്ലാവരുമായിട്ട് സെറ്റ് ആവണത്, പക്ഷെ പൂച്ചയായിട്ട് മാത്രം സെറ്റ് ആവണില്ല. പിന്നെ അവൾക്ക് അത്രയും പ്രശ്നമില്ല. ഇവക്കാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പൂച്ചനെ കാണുമ്പോഴത്തേക്ക് കിട്ടാം. അപ്പൊ എന്താ പറയാ, ലാഫി മോള് ആദ്യമേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു പട്ടി ഇല്ലെങ്കിൽ വീട്ടിലേക്കൊരു കാവല് അങ്ങനൊന്നുമല്ല, ഈ പിള്ളേർക്ക് ഒരു കൂട്ട്. അപ്പൊ പിള്ളേരുടെ ഒരു ഇതാണെങ്കിലും മാറണം, അവരുടെ ഒരു രീതിയൊക്കെ മാറണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ലാഫിനെ കൊണ്ടുവന്നത്. ലാഫിനെ കൊണ്ടുവന്നത് ശരിക്കും എന്താ പറയാ, അവള് നമ്മുടെ വീട്ടില് മക്കളെ പോലെ തന്നെ. ഇപ്പൊ ഭക്ഷണം കൊടുക്കുമ്പോഴാണെങ്കിൽ ആദ്യമൊക്കെ അവൾക്ക് വാരി കൊടുക്കണം. എന്നിട്ട് എല്ലാവരും പറയാം, നിങ്ങൾ എന്ത് വാരിയോ കൊടുക്കണേ, അവൾക്ക് വാരി കൊടുത്താൽ മാത്രമേ അവള് ഭക്ഷണം കഴിക്കത്തുള്ളായിരുന്നു കേട്ടോ. പിന്നെ പറയാം, ലാബൊക്കെ ഭയങ്കര കൊതിയന്മാരാണ്, ഭക്ഷണം എത്ര കൊടുത്താലും മതി ആവില്ല അവർക്ക് എന്നൊക്കെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് അവൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്ത് എന്താ പറയാ, നമ്മളിപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെ വന്നിരിക്കുകയോ ഒന്നുമില്ല. നമ്മൾ വിളിച്ചു കൊടുക്കുമ്പോഴല്ലാണ്ട് അങ്ങനെ വന്ന് നോക്കി ഭക്ഷണം മേടിക്കാൻ പറ്റി ഇങ്ങനെ നോക്കിയിരിക്കുകയോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറയുക. അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ, അവളുടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവള് വേറൊരു ശല്യത്തിനോ ഇപ്പൊ വേറെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിലോ അങ്ങനെ വന്നിരിക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ അതേപോലെ തന്നെ മക്കളുടെ കൂടെ കളിക്കാനാണെങ്കിലും കൂടുതലായിട്ട് മക്കളുടെ കൂടെ കളിക്കാനും അവൾക്ക് അതാണ് കൂടുതൽ താല്പര്യം. ശരിക്കും പറയാമെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നമുക്കിപ്പോൾ വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ നിൽക്കത്തില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പല കാര്യങ്ങളും വിഷമമുള്ള കാര്യങ്ങളോ ഇപ്പം എന്തെങ്കിലും ഇതായിട്ടുള്ള കാര്യങ്ങളോ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇവർ നമ്മുടെ അടുത്തേക്ക് വന്ന് ഇവരുമായിട്ടൊന്ന് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ കാര്യമേ മറക്കും. ശരിക്കും പറയാമെങ്കിൽ നമുക്ക് ആ ഒരു വിഷമമേ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോട്ടോ. ശരിക്കും അതൊരു വലിയൊരു ഇതായിട്ടാണ് എനിക്ക് കണ്ടേക്കണം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയണം, നമ്മൾ ഇവരെ നന്നായിട്ട് നോക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ഇതാ. ഇപ്പൊ ഇവരെ സംബന്ധിച്ചാണെങ്കിൽ തന്നെ വേറെ കുഞ്ഞിലേ തൊട്ട് നഖം വെട്ടലും പിന്നെ അതേപോലെ കുളിപ്പിക്കലാണെങ്കിലും പല്ല് തേക്കുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ അതിൻ്റെതായ രീതി ചെയ്യുന്നാൽ തന്നെ എനിക്കിപ്പോൾ അതിലുള്ളൊരു ബുദ്ധിമുട്ട്, അപ്പോൾ കുളിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടോ നഖം വെട്ടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവള് വന്നതിന് ശേഷം ഇവക്ക് ആദ്യമേ കുളിക്കാനൊക്കെ ഒരു ഇച്ചിരി പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം അങ്ങ് മാറി തുടങ്ങി. അങ്ങനെ അങ്ങനെ എന്താ പറയുക ഇരുത്തി അങ്ങനെ ആദ്യമൊക്കെ സ്പ്രേ ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കേട്ടോ അവളെ ഞാൻ കുളിപ്പിച്ചത്. ഇനി ആ ഒരു പേടി മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ ഇവളും അതേപോലെ തന്നെ നഖം വെട്ടുന്നതാണെങ്കിലും എന്താണെങ്കിലും ഇവളും നമ്മുടെ രീതിയിൽ സെറ്റായി വന്നു കേട്ടോ. നമ്മൾ എന്താണ് ഇപ്പൊ നമ്മുടെ പിള്ളേരെ ഇപ്പൊ ഇവരെ ചീത്ത പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇവർക്കറിയാം. പിള്ളേരെ ചീത്ത പറയുന്നത് എവിടെന്നെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഓടി വരും. ഇവക്ക് അത്രയ്ക്കൊന്നും അറിയാൻ പാടില്ല, പക്ഷെ ഇവക്ക് പേടി ഇച്ചിരി കൂടുതലായിട്ടോ. എനിക്ക് അങ്ങനെ ആ കടന്ന് അനുഭവിച്ചതിന്റെ ഒരു ഇതായിരിക്കും. പക്ഷെ വന്നതിനേക്കാളൊക്കെ ഒത്തിരി ശരിക്കും മാറ്റമുണ്ട്. അവളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മളങ്ങനെ അടിക്കാൻ വടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് തെറ്റാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവള് ശരിക്കും ഇങ്ങനെ കുനിഞ്ഞിരിക്കും കേട്ടോ. അതേസമയം ഇവരെയൊക്കെ എന്തെങ്കിലും ചെയ്യാനെടുക്കാന്ന് കഴിഞ്ഞാൽ നമ്മളെ നന്നായിട്ട് വന്ന് കടിക്കുകയും അതേപോലെ കൈ കൊണ്ട് വന്ന് ഇതാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ലാഫിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഒത്തിരി എന്താ പറയാ, നമുക്ക് രണ്ടുപേരും വന്നതിന് ശേഷം ഭയങ്കര സന്തോഷം. അതേപോലെ ചെലവുകളും കാര്യങ്ങളും ഇല്ല എന്നൊന്നും പറയണില്ല. നമുക്ക് ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയാ, എല്ലാം കൊണ്ടും സന്തോഷാട്ടാ ശരിക്കും പറയാമെങ്കിൽ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ശരിക്കും മറ്റുള്ളവരുടെ വീട്ടിലതുണ്ടല്ലോ അല്ലെങ്കിൽ അത് അങ്ങനാണല്ലോ ഇങ്ങനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെറ്റ്സിനെ മേടിച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വയ്യാഴ്ക അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് രോമം കൊഴിച്ചില് ചെറിയൊരു എന്താ പറയുക, അവർക്ക് അവരുടേതായ ചെറിയൊരു സ്മെല്ലില്ലാതൊന്നുമില്ല. അതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടുകാർക്ക് പിന്നീട് അങ്ങോട്ട് ബുദ്ധിമുട്ടാവുക. അയ്യോ എങ്ങും പോകാൻ പറ്റണില്ല, എന്താ പറയാ, സ്മെല്ലുണ്ട്, രോമം കൊഴിയണു, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ അവർക്ക് ഒരു ബാധ്യത പോലെ കേൾക്കാറുണ്ട് ശരിക്കും. അതുകൊണ്ട് ഞാൻ പറയണത്, നമുക്ക് അത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നോക്കാം, നമുക്ക് കുഴപ്പമില്ല, ഫാമിലിയിൽ ആർക്കും പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവരെ ഒക്കെ മേടിച്ച് നമ്മൾ വളർത്താൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര പോഷാണ് ശരിക്കും പറയാമെങ്കിൽ. അങ്ങനെ മേടിക്കാൻ നിൽക്കരുത് ശരിക്കും.
നമുക്ക് വീട്ടിലെല്ലാവർക്കും ഫാമിലിക്കും നമ്മുടെ ആർക്കും പ്രശ്നമില്ലെങ്കിൽ മാത്രം നമ്മൾ ഇതിനെ വളർത്തുക. പിന്നെ അതേപോലെ മേടിക്കുന്നവർ അതിൻ്റെതായ രീതിയിൽ നോക്കണം കേട്ടോ. ഇവർക്ക് സ്നേഹം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവർ സ്നേഹം തിരിച്ചു തരും. ശരിക്കും പറയുമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് എന്താ പറയുക അനുഭവം കൊണ്ടാട്ടോ പറയണത്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ അതേമാതിരി നോക്കണം. ഇല്ലെങ്കിൽ ഇവർക്ക് അസുഖങ്ങളാണെങ്കിലും ഇവർക്ക് ഓരോ ഇതാണെങ്കിലും നമ്മൾ ശരിക്കും കുളിപ്പിച്ചില്ലെങ്കിൽ സ്മെല്ല്, പിന്നെ അതേപോലെ വായ്ക്ക് ഒക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ നോക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു താല്പര്യം കൊണ്ട് മാത്രം മേടിക്കുക. പിന്നെ വെറുതെ നമ്മളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് മേടിക്കാതിരിക്കുക. എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ, വേറൊന്നുമല്ല പ്രത്യേകിച്ച് പറയാനുള്ളത്. ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ വീട്ടിലെല്ലാവർക്കും, ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ചേട്ടനാണെങ്കിലും പിന്നെ മക്കൾക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നേക്കണെയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പോകുന്നതിനാണെങ്കിൽ ഇപ്പോൾ എനിക്കും അമ്മയ്ക്കാണെങ്കിൽ പോണെങ്കിൽ തന്നെ ഒരുമിച്ച് ഞങ്ങളിപ്പോൾ പകലെവിടെയെങ്കിലും ഞങ്ങൾക്ക് പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ രാത്രി ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും ഒരാൾ ഇവിടെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് കുഴപ്പമില്ല, നമ്മളെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ നോക്കിയിട്ട് വേണം എല്ലാവരും പെറ്റ്സിനെയൊക്കെ മേടിക്കാനിട്ടാ. അപ്പൊ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്താ പറയാ നാഫി ഐറയും വന്നതിന് ശേഷം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, അവര് ഹാപ്പിയാണ്. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച് വന്നേട്ടാ. ഉണ്ണിമോനും മോളും ഇന്ന് അവധിയാണല്ലോ. അപ്പോൾ അതേ ഉണ്ണിമോ ആദ്യമേ വീഡിയോ ഒക്കെ ഇരുന്നത്. ഇപ്പോൾ ഉണ്ണിമോ ഫോൺ നേരെ പിടിക്കാൻ വേണ്ടിയിട്ട് ആളതേ ഫോണിന്റെ ബാക്കിലുണ്ട് കേട്ടാ. ഉണ്ണിക്കുട്ടൻ വാ, ഉണ്ണിക്കുട്ടനെ കൂടെ കാണട്ടെ. ലാഫ് ഇതേ പൂച്ചേനെ കാവലിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇച്ചിരി ലോങ് ആയെന്ന് തോന്നണു. ഞങ്ങൾ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് കുറേ ആയി. പിന്നെ എന്താ പറയാ അങ്ങനെ പോണു. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അതേ രീതിയിൽ എടുക്കണം കേട്ടോ. നമ്മൾ വലിയ എന്താ പറയുക ഇവരെ കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇവർ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവമാണ് പറയണത്. ശരിക്കും പറയുമെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് വേറൊന്നിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. ഇവരെ അങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ കേട്ടാ, രണ്ടുപേരും നമ്മുടെ ജീവിതത്തിൽ എന്താ പറയാ വലിയൊരു ഭാഗമായിട്ട് മാറിയേക്കുക അല്ലേ ഉണ്ണിക്കുട്ടാ? അപ്പൊ അതെ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഞാൻ നിങ്ങളെ മുഷിപ്പിച്ചില്ല എന്ന് കരുതണു. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിക്കണു, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണു അല്ലേ ഉണ്ണിക്കുട്ടാ? അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബൈ ബൈ.